പൈനാപ്പിൾ ഫ്ലേവേർഡ് ആയിട്ടുള്ള 1 kg ടീ കേക്കാണ് നമ്മളിന്ന് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിനായിട്ട് ഞാനൊരു 3 കപ്പ് മൈദ അളന്നെടുത്തിട്ടുണ്ട്. 3 കപ്പ് എന്ന് പറയുമ്പോൾ 360 ഗ്രാം കാണും. 1 കപ്പ് 120 ഗ്രാം ആണ്. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതൊരു 2.5 കപ്പ് പഞ്ചസാര മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ബട്ടറും 100 ഗ്രാം സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 4 മുട്ട വേണം, ഒരു 3 ടേബിൾ സ്പൂൺ പാല് വേണം, പിന്നെ നമുക്ക് പൈനാപ്പിൾ എസൻസും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ കേക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നേരിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഈ ബട്ടർ ഇനി 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇലക്ട്രിക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടാലും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് നേരം കൂടുതലാവുമെന്നുള്ളൂ. ടെക്സ്ചറൊക്കെ എന്തായാലും സെയിം ആയിട്ട് തന്നെ വരും. 1 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ടീ കേക്കിലേക്ക് 100 ഗ്രാം ബട്ടറും 100 ഗ്രാം സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ മാത്രമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. 200 ഗ്രാം ബട്ടർ മാത്രമായിട്ട് വേണമെങ്കിലും എടുക്കാം. ഈ പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്കൊരു 3 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടറും പഞ്ചസാരയും കൂടി ചേർന്നിട്ട് നല്ല ക്രീമി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ടീ കേക്ക് ആയതുകൊണ്ട് നമ്മൾ തനിയാണല്ലോ കഴിക്കുന്നത്, ക്രീം ചേർത്തിട്ടല്ലല്ലോ കഴിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ എഗ്ഗിൻ്റെ സ്മെൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നാരങ്ങയുടെ തൊലി ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങയുടെ ആ വൈറ്റ് പാർട്ട് വരാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് ഓരോ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 30 സെക്കൻഡോളം ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ബീറ്റർ വെച്ചിട്ടാകുമ്പോൾ അധികം നേരം ബീറ്റ് ചെയ്യേണ്ട. ഇതുപോലെ 4 മുട്ടയും നമുക്ക് 30 സെക്കൻഡ് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ബീറ്റ് ചെയ്താൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരു 30 സെക്കൻഡോളം മതി എന്ന് പറയുന്നത്. ഓരോരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരുമിച്ച് മുട്ട ചേർത്താൽ അതും ഒരുപാട് നേരം നമ്മൾ ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോ മുട്ടയായിട്ട് ചേർത്തിട്ട് ഇപ്പോൾ 4 മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഒരു സ്പാറ്റില വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ ചേർത്തിട്ട് കുറേശ്ശെയായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ മൈദ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു ബാറ്റർ തിക്കായിട്ട് വരും. അപ്പോൾ അത് ലൂസാവാനായിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലും അതുപോലെ ഓയിലും കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പാലും ഓയിലും കൂടി ചേർത്തിട്ട് വീണ്ടും തിക്കാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാല് യൂസ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി പാല് യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 5 ടേബിൾ സ്പൂൺ പാല് ഈ ഒരു കൂട്ടിന് വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്തിട്ട് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ ബാറ്റർ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2-3 തുള്ളി യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ നട്ട്സോ പൈനാപ്പിളിൻ്റെ പീസസോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മുകളിൽ ഡെക്കറേഷന് മാത്രമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. വെയിറ്റ് നോക്കിയിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഹോം മെയ്ഡ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഒരു വെയിറ്റ് മെഷീൻ എന്തായാലും ആവശ്യമുണ്ട് കേട്ടോ. അതുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിലെല്ലാം അളന്നെടുക്കാനും അതുപോലെ ഈ കേക്കിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കാനായിട്ടായാലും ഈ വെയിറ്റ് മെഷീൻ അത്യാവശ്യമാണ്.
ഇതിപ്പോൾ കറക്റ്റ് 1 കിലോ കൂടുതലുണ്ട്. 1 കിലോയും 15 ഗ്രാമും ഉണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ബേക്കിംഗ് ടിന്ന് വെയിറ്റ് മെഷീനിൽ വെച്ചിട്ട് 0 ആക്കിയതിന് ശേഷം വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. എന്നാലേ കറക്റ്റ് ആ ബാറ്ററിൻ്റെ വെയിറ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റ് 1 കിലോത്തിൽ കൂടുതലുള്ള കേക്കാണിത്. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതേക്ക് കുറച്ച് ഡെക്കറേഷനായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ് വരെ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 35 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് ഊരി മാറ്റാം. ഈ ഒരു പൈനാപ്പിൾ ഫ്ലേവേർഡ് ആയിട്ടുള്ള ടീ കേക്ക് നമുക്ക് ഓവനില്ലാതെയും ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓവനില്ലാതെ ബേക്ക് ചെയ്തെടുക്കാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടീ കേക്കാണിത്. നമ്മൾ ബട്ടറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇനി ടീ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ പൈനാപ്പിൾ ഫ്ലേവേർഡ് ആയിട്ടുള്ള ടീ കേക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയും ഇതുപോലെയുള്ള കേക്ക് റെസിപ്പീസും കുക്കിംഗ് റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്